തന്നെ ഇടുക്കി വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി 10 ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരാകാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കണമെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, അല്പം അപൂർവത ഉള്ള ഒരു കാര്യം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. പൂർണ്ണമായും വിട്ടയച്ച പ്രതിയോട് ഹാജരാകാനുള്ള നിർദ്ദേശം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുകൂടിയാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പോക്സോ കോടതി വെറുതെ വിട്ട പ്രതി അർജുനോട് കീഴടങ്ങാനാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുള്ളത്. അർജുൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. 10 ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ കീഴടങ്ങണം. അർജുനൻ കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കാൻ പോക്സോ കോടതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ബോണ്ട് നൽകിയാൽ അർജുനെ വിട്ടയക്കാമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് കീഴടങ്ങാൻ നിർദ്ദേശിക്കുന്നത് അപൂർവമായ ഒരു നടപടിയാണ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ അർജുൻ മറുപടി സത്യവാങ്മൂലം നൽകിയില്ല. ഇതുകൊണ്ടാണ് ഈ കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത്ര കടുത്ത ഒരു നടപടിയെടുക്കുന്നത്. അർജുന്റെ അഭിഭാഷകൻ വക്കാലത്ത് ഒഴിയുന്ന സാഹചര്യം കൂടി ഉണ്ട്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ 6 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അർജുനെ പോക്സോ കോടതി വെറുതെ വിട്ടത്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രതിക്കെതിരായ ബലാത്സംഗം, കൊലപാതകം, പ്രകൃതി വിരുദ്ധ പീഡനം എന്നിവ ഉൾപ്പെടെയുള്ള പോക്സോ വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. പോക്സോ കോടതി തെളിവുകളുടെ അഭാവത്തിൽ അർജുനെ വെറുതെ വിടുകയായിരുന്നു. ഇതിനെതിരായ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. വിവരങ്ങൾ നൽകിയത് നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ്.